കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കറിവേപ്പിൻ തൈ മാറ്റി വയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ കുമ്മായവും ചകിരിച്ചോറും ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് എടുത്തിരിക്കുന്നത്. ആ മണ്ണ് ഞാൻ നേരത്തെ അങ്ങനെ ആക്കിയിട്ട മണ്ണാണ്. പിന്നീട് ഞാൻ ചകരി അതിന് പിന്നി വയ്ക്കുന്നുണ്ട്. അത് ചകരി അത് വെച്ചിരുന്നാലേ മണ്ണിളക്കം കിട്ടൂ. നീർവാഴ്ചയുള്ളിടത്ത് എവിടെ നമ്മൾ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും എവിടെ നട്ടാലും മണ്ണിളക്കം ഉള്ളിടത്തെ നടാവൂ. നീർവാഴ്ചയുള്ളിടത്ത് നടണം, അല്ലെങ്കിൽ പെട്ടെന്ന് വേര് ചീയലുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചകരി എങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ചകരി 4 ദിവസം ഞാൻ വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കഴുകിക്കളഞ്ഞു. ഒരു ദിവസം ഞാൻ 1 ടീസ്പൂൺ കുമ്മായം വെള്ളത്തിലിട്ടിട്ട് ചകരിയിട്ട് വെച്ചിരുന്ന് പിറ്റേന്നായപ്പോൾ അതും കഴുകിക്കളഞ്ഞ്. ചകരിയുടെ ഈ കറ വെള്ളം ഒരു ചെടിക്കും നല്ലതല്ല, പെട്ടെന്ന് വേര് ചീയലുണ്ടാകും. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ ചെയ്യും, ഞാനൊരു ചെടിച്ചട്ടിയിലാണ് നടുന്നത്. നല്ലതുപോലെ നീർവാഴ്ചയുള്ളതിന് അതിനകത്ത് ഹോളുണ്ട്. ആ 3 ഹോളിലും ഞാൻ ഒരേ കഷ്ണം ഓട്ട് കഷ്ണം വെച്ചിട്ട് വീട്ടിലെ വേസ്റ്റ് ഉണ്ടല്ലോ, പച്ചക്കറിയുടെ വേസ്റ്റാണ് അടിവളമായിട്ട് അടിയിലിട്ടത്. എന്നിട്ട് ഞാൻ ഈ ട്രീറ്റ് ചെയ്തിട്ട മണ്ണിട്ടിട്ട് പിന്നെ ഞാൻ ചകരി വെച്ച് ചകരി ഇട്ടിട്ട് പിന്നീട് ഞാൻ മണ്ണിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം ഇട്ടതിന് ശേഷം ബക്കറ്റിൻ്റെ, നമ്മൾ ചെടിച്ചട്ടിയിലായാലും എവിടെ നട്ടാലും ഒരു 1/4 അടി മണ്ണേ ഇടാവും. കാര്യം മണ്ണ് കുറച്ച് കഴിയുമ്പോൾ മണ്ണ് താരുമ്പോൾ പിന്നെ നമുക്കതിൽ വളം ചേർക്കേണ്ടതാണ്. വളമായിട്ട് എപ്പോഴും വളം ചേർക്കുന്നതും മുട്ടത്തോടും തേയിലക്കൊത്തും കൂടെ നല്ല രീതിയിൽ പൊടിച്ച് മണ്ണും കൂടെ ഇളക്കി വേണം ഈ കറിവേപ്പിന് വളം ചേർക്കാൻ. എന്തെന്ന് വെച്ചാൽ കാൽസ്യം കറിവേപ്പിന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. എന്തെന്ന് വെച്ചാൽ കറിവേപ്പിൻ്റെ ഇലയിലെ കാൽസ്യമാണ്. കാൽസ്യം മണ്ണിൽ നിന്ന് കറിവേപ്പ് വലിച്ചെടുക്കും. അപ്പോൾ അതുപോലെ നല്ലതുപോലെ നീർവാഴ്ചയുള്ള മണ്ണിലുമേ കറിവേപ്പ് നടാവൂ. അപ്പം ഞാൻ ഈ കറിവേപ്പ് ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഞാൻ ഗ്രോ ബാഗിൽ നട്ട് വെച്ചിരുന്നതാണ്. അപ്പം അതിന് നല്ല രീതിയിൽ വേര് വന്നു. അപ്പം മാറ്റി നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ കണ്ടോ, ഞാൻ മാറ്റി നട്ടത്. പിന്നീട് അത് ചകരി വെച്ചിട്ട് പിന്നെ ഞാൻ മണ്ണിട്ട് കൊടുത്ത്, നേരെ അതിനെ ഉറപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ മണ്ണിട്ട് കൊടുത്ത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്കിതിൻ്റെ പുറത്ത് തൊണ്ട് കഴുകി കളഞ്ഞിട്ട് അതും വെക്കാം.